الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിദ്യാഭ്യാസവും സമൂഹത്തിൽ ഉന്നത പദവികൾ ഉള്ള ആളുകൾ വരെ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പണത്തിന് മനുഷ്യ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഏറെയാണ്. നമ്മുടെ ജീവിതം തന്നെ പല നിലക്കുള്ള ഇടപാടുകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ചയും താഴ്ചയും, അതിന്റെ ലഭ്യതയും അതിന്റെ ലഭ്യതക്കുറവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്നതിന്റെ പ്രധാന ഘടകമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. പല നിലക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ന്യായമായ കാരണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ പലരും മടി കാണിക്കാറുണ്ട്. എന്നാൽ ന്യായമായ കാരണമാണെങ്കിൽ പരസ്പരമുള്ള സഹായം അത് ഇസ്ലാമികമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ അന്യായമായ ഒരു കാര്യത്തിൽ എത്ര അടുത്ത ആളാണെങ്കിലും നമ്മൾ സഹായിക്കേണ്ടതും ഇല്ല. ഇതാണ് അതിന്റെ മാനദണ്ഡം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ. വിശ്വാസികളെ, പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം പരസ്പരം സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്.
വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കാരണം റഹ്മാനായ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന്. അതുകൊണ്ട് പരസ്പരമുള്ള സാമ്പത്തിക മറ്റു ഇതര സഹായങ്ങൾ അള്ളാഹുവിന്റെ ഇഹപര സഹായങ്ങൾ ലഭിക്കാൻ കാരണമാകും. അത് ചെയ്തില്ലെങ്കിലോ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടാനും അത് കാരണമാകും. റസൂലുള്ളാഹി പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയ, ഒരു സത്യവിശ്വാസിയുടെ ദുനിയാവിലെ ഒരു പ്രയാസത്തിന് ഒരാൾ ആശ്വാസം നൽകിയാൽ, അയാൾക്ക് ഒരു സമാധാനം കിട്ടുന്ന രൂപത്തിൽ ഒരു സഹായം നൽകിയാൽ, നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ആ മനുഷ്യനെ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവൻ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അത് മുഖേന അയാൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്ന്. ഒരാളെ സഹായിച്ചാൽ, ഒരാൾക്കൊരു ആശ്വാസമായി നമ്മൾ മാറിയാൽ, നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന ആ നിമിഷത്തിൽ അത് മുഖേന റഹ്മാനായ റബ്ബ് നമുക്ക് ആശ്വാസം നൽകും. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, വമൻ യസ്സറ അലാ മുഅസ്സിരിൻ, ഒരു പ്രയാസത്തിൽ നിന്ന് ഒരാൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ആ എളുപ്പമുണ്ടാക്കി കൊടുത്ത മനുഷ്യന് ഇഹത്തിലും പരത്തിലും അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ഒരാളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. മമൻ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി, തന്റെ ഒരു സഹോദരനെ ഒരു പ്രയാസത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ സന്ദർഭത്തിൽ സഹായിക്കുന്നവനെ റഹ്മാനായ റബ്ബ് അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവന് സഹായം നൽകിക്കൊണ്ടിരിക്കും എന്നാണ്. അത്രമാത്രം പുണ്യമേറിയ ഒരു കാര്യമാണ് മാനുഷികമായ കാരണങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത്. മറ്റൊന്ന് നോക്കൂ സഹോദരങ്ങളെ, കടമാണല്ലോ പ്രധാനമായും സംഭവിക്കുക. കടം നൽകലും അയാൾക്ക് ഒരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് അയാൾക്കത് വീട്ടാൻ, നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം വീട്ടാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു എങ്കിൽ അയാൾക്ക് സമയം നീട്ടിക്കൊടുക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരു സംഭവം ഇങ്ങനെയാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരാളെ സഹായിച്ചു, ഒരു സഹോദരനെ സഹായിച്ചു. അങ്ങനെ അയാളെ തേടി ചെല്ലുമ്പോഴൊക്കെ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വരാതെ ഒളിവിൽ കഴിയും, ഒളിച്ചിരിക്കും. അങ്ങനെ പലതവണ കഴിഞ്ഞു. ഒരു ദിവസം ഇവർ തമ്മിൽ നേരിൽ കണ്ടുമുട്ടിയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ വല്ലാതെ ഞെരുങ്ങുന്ന ഒരു അവസ്ഥയിലാണ്, അതുകൊണ്ട് നിങ്ങളെ മുഖാമുഖം കാണാനുള്ള പ്രയാസം കൊണ്ടാണ്, എനിക്ക് തന്നു തീർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാത്തത് എന്ന് പറഞ്ഞു. ഉടനെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവാണ് സത്യം, താങ്കൾ പറഞ്ഞത് സത്യമാണ്, ഇത് ഹക്കാണോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, എനിക്ക് വീട്ടാൻ കഴിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഉടനെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയണേ, ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സർറഹു അൻ യുൻജിഹു അല്ലാഹു മിൻ ഖുർബി യൗമിൽ ഖിയാമ, ആരെങ്കിലും അന്ത്യനാളിലെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതൊരു സന്തോഷമായി കരുതുന്നുവെങ്കിൽ, ഫൽയുനഫിസ് അൻ മുഅസ്സിരിൻ അൻ യളഅ അൻഹു, ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഞെരുക്കക്കാരനെ ആശ്വാസം നൽകുകയോ അവന് വിട്ടുകൊടുക്കുകയോ ചെയ്തു കൊള്ളട്ടെ. ഇതൊക്കെ പരലോകത്തെ പ്രതിഫലത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും നമ്മെയും പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഒരാൾക്ക് അവധി നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളുടെ നിങ്ങളുടെ മുമ്പുള്ള ഒരാളുടെ റൂഹ് പിടിക്കാനും വേണ്ടി മലക്കുകൾ വന്നു. ആ സമയത്ത് അയാള് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാം. ഉടനെ മലക്കുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അമിൽത മിനൽ ഖൈരി ശൈഅ, അല്ലാഹു ചോദിക്കുക, താങ്കൾ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, കുൻതു ആമുറു ഫിത്യാനി അൻ യൻദുറു വയതജാവസു മിനൽ മുയ്സിർ ഖാല. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞെരുക്കക്കാരായ കടക്കാർക്ക് അവധി കൊടുക്കാനും പണക്കാരായ കടക്കാരോട് വിട്ടുവീഴ്ച കാണിക്കാനും ഞാൻ എന്റെ കാര്യസ്ഥന്മാരോട് കൽപ്പിക്കാറുണ്ടായിരുന്നു.
ഉടനെ റസൂലുള്ള പറയാണ്, ആ സമയത്ത് കൽപ്പനയുണ്ടായി, ഫതജാവസു അൻഹു, അതിനാൽ അല്ലാഹു അയാളുടെ പാപങ്ങൾ വിട്ടുകൊടുത്തു എന്നാണ്. അത്രമാത്രം മഹത്വമേറിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരു പ്രയാസം അനുഭവിച്ച ഒരാളെ സഹായിക്കുക എന്നുള്ളത്. വിശ്വാസികളെ, അതുകൊണ്ട് നാട്ടിൽ പലവിധ തട്ടിപ്പുകളെ കുറിച്ചും സാമ്പത്തിക ഇടപാടുകളിലുള്ള സൂക്ഷ്മതക്കുറവിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ വളരെ ഹക്കായി ഒരു ആവശ്യമുള്ള ഒരാളെ ദീനിന്റെ പേരിൽ സഹായിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ അവന്റെ പരലോകത്ത് അള്ളാഹു എളുപ്പമാക്കി തരാൻ മാത്രം പ്രതിഫലമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം കടം വാങ്ങുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഒരാളുടെ അത്യാവശ്യത്തിന് മാത്രമാണ്, വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളിൽ നിന്ന് കടം വാങ്ങേണ്ടത്. കടം വാങ്ങുന്നത് 1 രൂപയാണെങ്കിൽ പോലും അത് എഴുതി വെക്കാനുള്ള കൃത്യമായ ചിന്തയും അതിനുള്ള നടപടികളും ഉണ്ടാവണം. മാത്രമല്ല, അതിന് 2 സാക്ഷികൾ ഉണ്ടാവണം. വളരെ വിശ്വസ്തരായിരിക്കും നമ്മൾ, പക്ഷേ മരണം എപ്പോഴാണ് എന്നറിയില്ല. അതുകൊണ്ട് എത്ര ചെറിയ സംഖ്യയാണെങ്കിലും അത് ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടും, എടാ ഞാൻ ഇന്ന ആളടുത്ത് നിന്ന ഡേറ്റിന് കാശ് വാങ്ങിയിട്ടുണ്ട്, അത് ഇത്ര മാസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അത് എഴുതി വെക്കണം എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. പരസ്പരം വിശ്വാസമുള്ള ആളുകളല്ലേ സഹോദരങ്ങളെ കടം കൊടുക്കുള്ളൂ, അല്ലേ? എന്നിട്ടും അല്ല പറയാം, നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങൾ എഴുതി വെക്കണം, സാക്ഷി വേണം. കാരണം അത് അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നർത്ഥം. പിന്നെ കടം വാങ്ങുന്ന ആളുകൾ അത് തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതരാണെന്ന് മാത്രമല്ല, തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കടം വാങ്ങാവൂ. തിരിച്ചു കൊടുക്കുമെന്ന നിയ്യത്തുണ്ടാകുമ്പോ മാത്രമേ കടം വാങ്ങാവൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ അള്ളാഹുവിന്റെ കാവൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. അത് കൊടുക്കാൻ തീരുമാനിക്കാതെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഓനങ്ങനെ ലാഗ് ചെയ്ത് പോകാൻ തീരുമാനിച്ചിട്ട കടം വാങ്ങിയെങ്കിൽ, അതോടുകൂടി അവന്റെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിന്റെ കാവൽ, അവന്റെ സംരക്ഷണം നഷ്ടപ്പെടും. പിന്നെ എത്ര നിസ്കരിച്ചിട്ടും ഓൻ എത്ര പള്ളിക്ക് തലകുത്തി മറിഞ്ഞിട്ടും അവനെ അള്ളാഹു സഹായിക്കൂല. ഞാൻ കുടുങ്ങിയിട്ടല്ലേ, ഒന്നും അള്ളാഹ്ക്ക് വേണ്ട, മറിച്ച് ഞാൻ വാങ്ങാൻ പ്രശ്നം കുടുങ്ങിയിട്ട് അത് ഞാൻ കൊടുക്കും, ഇന്ന ഡേറ്റിന് കൊടുക്കും, ഇന്നൊക്കെ സാക്ഷികളുണ്ട് റഹ്മാനെ, ഇന്നൊരു പുസ്തകത്തിൽ അതുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര കടക്കാരുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നോക്കൂ നിങ്ങൾ, സർവ്വം നശിക്കുന്ന ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒരാൾ, മൻ അഖദ അംവാലൻ നാസി യുരീദു അൻ അദാഅഹ അദ്ദല്ലാഹു അൻഹു, വീട്ടെന്ന് വിചാരിച്ച് ഒരാളിൽ നിന്ന് കടം വാങ്ങിയാൽ അല്ലാഹു അവന് വീട്ടി കൊടുക്കുന്ന, അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അവനത് വീട്ടിക്കൊടുക്കുന്ന. മറിച്ചാണെങ്കിലോ വമൻ അഖദ യുരീദു ഇത്ലാഫുഹാ അത്ലഫ അല്ലാഹ്, കൊടുക്കാനൊരു മനസ്സിന് താല്പര്യ പരിപാടി ഇല്ല എങ്കിൽ അവന് അള്ളാഹു നശിപ്പിക്കും, അവന് ഒരു പ്രൊട്ടക്ഷനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്. ചില കുടുംബ ബന്ധത്തിന്റെ പേരിൽ, ചില സ്ഥാപനങ്ങളുടെ പേരിൽ, ചിലപ്പോ വ്യക്തിബന്ധത്തിന്റെ പേരിൽ, ചിലപ്പോ അയാൾ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പേരിലൊക്കെ ചിലപ്പോ ആളുകൾക്ക് വിശ്വസിച്ച് കടം കൊടുക്കും. ആ കടം കിട്ടുമെന്നറിയുമ്പോ ഒരറ്റമില്ലാതെ കടം വാങ്ങുന്ന കുറെ മനുഷ്യന്മാരെ ആർത്തിമൂത്ത് നടക്കുന്നത് നമ്മൾ കാണും, അല്ലെ? അയാളുടെ കടം വീട്ടാൻ എല്ലാരും പാടെ വിചാരിച്ചാലും നടക്കൂല. കാരണം അത്ര വലിയ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തികമായ ക്രമക്കേടുകൾ ജീവിതത്തിൽ നടത്തുന്ന ആളുകൾ ഉണ്ടാവും. സഹോദരങ്ങളെ, അവര് രക്ഷപ്പെടുത്തണം തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അവര് രക്ഷപ്പെടുത്തി ഈ സമൂഹത്തിൽ മരിച്ചു പോണതിന്റെ മുമ്പ് അവർക്ക് സ്വർഗം വാങ്ങാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അത്ര നല്ല മനസ്സ് നമുക്ക് വേണം. പക്ഷേ അവരെ സഹായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താ അറിയാം? അയാളുമായി ബന്ധപ്പെട്ട പലിശയും ലോണും ബാങ്കും ഒക്കെ പരിശോധിക്കണം. അത് മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെയാണ് അയാളെ സഹായിക്കേണ്ടത്. അല്ലാത്ത പ്രശ്നം എന്താ അറിയാം? അയാൾ അടുത്ത ലോൺ എടുക്കും, അല്ലെങ്കിൽ അയാളെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഇന്ന ആരെങ്കിലുമൊക്കെ സഹായിച്ച് ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന അങ്ങനെ വിചാരിക്കും. അങ്ങനെ ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്. അയാൾ ഇസ്ലാമികമായി
ക്രയവിക്രയങ്ങളിൽ മാന്യത പുലർത്തുന്ന ആ സമയത്ത് എത്ര വലിയ കടാണെങ്കിലും വീട്ടിൽ കൊടുത്താൽ നാളെ പരലോകത്ത് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല സഹോദരങ്ങളെ, നമുക്കൊരു കാര്യത്തിൽ ഒരു വിവരം ഉണ്ടെന്ന് വിചാരിക്കും. ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു അധ്യാപകനാണ്, അല്ല ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നമുക്കൊരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ അയാൾ ആ പ്രാവീണ്യമുള്ള വിഷയം ഒരാൾ ചോദിച്ചു വന്നാൽ, അല്ലെങ്കിൽ അതൊരാൾക്ക് ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് കൊടുക്കലും ഈ സഹായ പരിധിയിൽ പെടും. നമുക്കൊരു കാര്യം, നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നു, ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം ശരിയായിട്ടില്ല, നമുക്കത് മനസ്സിലായി എന്ന് വിചാരിക്കാം. അത് ഉണ്ടാക്കിയത് ചിലപ്പോൾ അത്ര വിവരമില്ലാത്ത ഒരാളായിരിക്കും. അതൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ സമ്പത്ത് മുടക്കിയ ആളെ സഹായിച്ചാൽ അത് വലിയ ഹൈറാണ്. ഒരു മാഷാണ്, ഒരു അധ്യാപകനാണ്, അയാൾക്ക് തന്റെ സുഹൃത്തിന്റെ മകന്റെ പോക്കിനെ കുറിച്ച്, അവന്റെ ജീവിത നിലവാരത്തെ കുറിച്ച്, അവന്റെ പഠന മികവിനെ കുറിച്ചും അവന്റെ എയിമിനെ കുറിച്ചും അറിയാം. അത് പറഞ്ഞു കൊടുത്ത് ഇവനെ, ആ രക്ഷിതാവിനെ സഹായിക്കുക എന്നുള്ളത് ഒരു അധ്യാപകന്റെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ നമുക്ക് റഹ്മാനായ റബ്ബ് വിവിധങ്ങളായ കഴിവുകൾ, സമ്പത്ത് മാത്രമല്ല പലവിധ കഴിവുകളും നൽകി സഹായിച്ചിട്ടുണ്ട്. അത് നൽകുക എന്നുള്ളതും ഈ ഒരു സഹായത്തിൽ പെടും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പിശുക്കന്മാരാകരുത് എന്നാണ് അടിസ്ഥാനപരമായി ഒരു വിഷയത്തിലും പിശുക്ക് കാണിക്കാൻ പാടില്ല. പണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. വിശ്വാസികളെ, ഇത്തരം കാലങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ പണത്തോടുള്ള നിലപാട് നമ്മൾ അറിയണം. ഒന്നാമതായി അറിയേണ്ടത്, എന്റെ പോക്കറ്റിലുള്ള പണം, എന്റെ അക്കൗണ്ടിലുള്ള പണം സ്ഥലമായി കിടക്കുന്നത്, കോംപ്ലക്സ് ആയി കിടക്കുന്നത്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. അല്ലാഹ് പറഞ്ഞു, നിങ്ങളുടെ സ്വത്തും നിങ്ങൾക്ക് അല്ലാഹ് തന്ന മക്കളും നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. അത് ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ്. അതായത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് നാളെ പരലോകത്ത് എന്നത് നമ്മൾ അറിയണം. രണ്ടാമത്, മിതമായി കൈകാര്യം ചെയ്യുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. എന്തൊക്കെ അനുഗ്രഹം ഉണ്ടോ അത് മിതമായി ചെലവഴിക്കുക. വല്ലദീന, ഒരു കൂട്ടരെ കുറിച്ചുള്ള പറ, ഇദാ അൻഫഖൂ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. മുഅ്മിനാരാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, സമ്പത്ത് പ്രത്യേകിച്ച്, അത് അവൻ ചെലവഴിക്കുമ്പോ അമിതവ്യയം നടത്തുകയില്ല. എന്നാൽ പിശുക്കി ആർക്കും ലഭിക്കാത്തൊരു സാഹചര്യം അവൻ സൃഷ്ടിക്കൂല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വകാന ബൈന ദാലിക ഖവാമ, അതിന് ഇടയിലുള്ള ഒരു മിതമായ നിലപാടായിരിക്കും അവന് ഉണ്ടാവുക. അതാണ് മുഅ്മിനിന്റെ ലക്ഷണം. ഇനി മൂന്നാമത്, സാമ്പത്തികമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വരവും ചെലവും അത് ഹറാമിന്റെ ഒരു വഴിയിൽ അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു അന്യന്റെ സങ്കടപ്പെട്ട ഒരു പണം എന്റെ ഇതിലില്ല, അവന് കൂലി കൊടുക്കാത്തതിന്റെ, കൂലി വൈകിച്ചതിന്റെ, ശമ്പളം വൈകിച്ചതിന്റെ ഒരു നെടുവീർപ്പ് അവൻ നൽകിയ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വിയർപ്പുണങ്ങുന്നതിന് മുൻപ് കൂലി കൊടുക്കണം. എത്ര സുന്ദരമാണ് ആ വാക്ക്. ഒന്ന് കൊടുത്തു നോക്കൂ സഹോദരങ്ങളെ, ഒന്ന് വിഷമിപ്പിക്കാതെ ശമ്പളം നേരത്തെ കൊടുത്തു നോക്ക്. അവനുണ്ടാകുന്ന സന്തോഷമുണ്ട്, അവന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, അവന്റെ പ്രതിസന്ധിക്ക് പരിഹാരമായി. ഒന്നതാണ്. രണ്ടാമത്, ഇത്തരം കാര്യങ്ങളിൽ സഹോദരങ്ങളെ, ഇന്നത്തെ നാട്ടിലെ കച്ചവടല്ലേ, എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അല്ലെ, ഇതല്ലേ നിലപാട്. എന്നിട്ട് എല്ലാം വാരിക്കൂട്ടി, എന്നിട്ട് കുറെ സക്കാത്ത് കൊടുക്കും, കുറെ സ്വതക്ക കൊടുക്കും, എല്ലാ പള്ളിക്കും സംഭാവന കൊടുക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ കൂട്ടി വെച്ചതില് ഹറാമും ഹലാലും നോക്കാത്തതുണ്ടോ അള്ളാഹു സ്വീകരിക്കുകയില്ല. നാളെ പരലോകത്ത് 4 പ്രധാന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, മിൻ ഐന ഇക്തസബ് വഫീമ അൻഫഖ്, നീ എവിടുന്ന് സമ്പാദിച്ചു, എവിടെയൊക്കെ നീ അത് ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. നാലാമത്തെ കാര്യം, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. വലിയ വലിയ പണക്കാരും സൗകര്യമുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും, അവരെ പ്രയാസങ്ങളൊന്നും ആരും കാണില്ല, പക്ഷെ ഭൗതികമായ കാഴ്ചയായിരിക്കും. അള്ളാഹു റസൂല് പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിന്നേക്കാൾ സാമ്പത്തികമായി, ശാരീരികമായി, വിദ്യാഭ്യാസപരമായി ഒക്കെ കുറവുള്ള ആളുകളെ ഇതൊന്നിങ്ങനെ വീക്ഷിക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖ, നിന്നേക്കാൾ ഉയർന്നവരിലേക്ക് നീ ചിന്തിക്കേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അതുകൊണ്ടേ പറ്റുള്ളൂ.
അപ്പോ ശരീരം മുഴുവല്ല ഒരാള് വൈകല്യം കാണുമ്പോ അൽഹംദുലില്ലാ അവന് കിട്ടിയ സന്തോഷം എത്രയായിരിക്കും. അള്ളാഹു ആ സഹോദരനും പുറത്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവനും അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണം. സഹോദരങ്ങളെ, കയ്യിലുള്ളത് കൊണ്ട് വീടും ബിസിനസ്സും തുടങ്ങാം. ഇന്ന് നാട്ടിൽ അങ്ങനെയല്ല. 10 ലക്ഷം റുപ്യ ആകണ്ടാളും 50 ലക്ഷം റുപ്യന്റെ ബിസിനസ്സും തുടങ്ങും, അല്ലെ? എന്നിട്ട് ഏറ്റിയൽ പൊന്താത്ത കടണ്ടാക്കി ഈ സ്വത്തിനോടുള്ള ആർത്തി മൂത്ത് സ്വയം നശിപ്പിക്കും. ഒരു പച്ചക്കറി പീടി തുടങ്ങാല്ലോനാണ് ജ്വല്ലറി തുടങ്ങാൻ നടക്കണേ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതാണ് മനുഷ്യന് സ്വത്തിനോടുള്ള ആർത്തി. അത് മാറ്റിയേ പറ്റൂ. മറ്റൊന്നെന്താ അറിയോ, കടത്തിന്റെ ഗൗരവം നമ്മൾ അറിയണം. വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ്. കടക്കാരനെ കുറിച്ച് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ഇരിക്കാം. അപ്പോ റസൂലുള്ളാഹി അങ്ങനെ ആകാശത്തേക്ക് തല ഉയർത്തി നെറ്റിയിൽ കൈവച്ച് ഇപ്രകാരം അങ്ങനെ പറയാ, സുബ്ഹാനല്ലാഹ് മാദാ നുസ്സില മിനത് തശ്ദീദ്, എന്തൊരു കഠിനമായത് റബ്ബേ ഈ ഇറങ്ങണത് എന്ന് പറഞ്ഞ് പ്രവാചകൻ വല്ലാതെ അസ്വസ്ഥനായി. അങ്ങനെ അത് കണ്ടപ്പോ സഹാബത്തൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാന്തനായി കണ്ടപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താ നിങ്ങൾ ഇന്നലെ ഉണ്ടായത്, എന്താ പ്രശ്നം എന്നാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുത്തില ഫീ സബീലില്ലാഹ്, ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി, സുമ്മ അഹ്യാ സുമ്മ ഖുത്തില, അയാൾ അല്ലാഹു വീണ്ടും ജീവിപ്പിച്ചു, പിന്നെയും അയാൾ ഷഹീദായി, സുമ്മ അഹ്യാ സുമ്മ ഖുത്തില, അയാൾ വീണ്ടും അല്ലാഹു ജീവിപ്പിച്ചു, പിന്നെയും അയാൾ ഷഹീദായി, 3 വട്ടം. പക്ഷേ വഅലൈഹി ദൈനുൻ, പക്ഷെ അയാൾ മരിച്ചപ്പോൾ അയാൾക്ക് കടണ്ടായിരുന്നു. മാ ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, ഓൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യുഖ്ളാ അൻഹു ദൈനഹു, അവന്റെ കടം വീട്ടാതെ. നോക്കി നിങ്ങൾ, 3 തവണ ഒരാൾക്ക് ഷഹീദാകാൻ അവസരം അല്ലാഹു കൊടുത്തിട്ടും കടണ്ടായിട്ടും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നാണ്. രക്തസാക്ഷിക്ക് രക്ഷയില്ലാത്തതാണ് ഈ കടം. യുഗ്ഫിറു ലിശ്ശഹീദ് കുല്ലു ദംബിൻ, എന്തൊക്കെ തെറ്റുണ്ടോ ഷഹീദ് അതൊക്കെ പുറത്തു കൊടുക്കും. ഇല്ല ദൈൻ, കടമൊഴികെ എന്നാണ്. കടമൊഴികെ, കടം പുറത്തുകൂല, അത് വീട്ടാതെ. മയ്യത്ത് നിസ്കരിക്കാൻ ഓതൊടുത്ത് റസൂലുള്ള സഫിൽ വന്നിട്ട് ചോദിച്ചു, ഇതാരുടെ മയ്യത്താ, കടണ്ടോ? 2 ദിർഹമിന്റെ ദീനാറിന്റെ കടണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള സൊല്ലു സാഹിബുക്കും, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ നിസ്കരിക്കൂ, ഞാൻ ഇല്ലാന്നാ പറഞ്ഞേ. വീട്ടാന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നിസ്കരിച്ചത്. നോക്കൂ നിങ്ങൾ, ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം. 2 കാര്യങ്ങളിൽ റസൂൽ എപ്പോഴും സഹായം ചോദിച്ചിരുന്നു എന്നാണ്. പടച്ചോനെ, ഞാനൊരു പാപിയായി മാറി, തെറ്റ് ചെയ്യുന്ന ഒരാളായി മാറി നിന്നെ കാക്കണേ റബ്ബേ. 2ാമത് പറഞ്ഞു മഗ്റം, ഞാനൊരു കടക്കാരനാവുന്നു പടച്ചോനെ, ഞാനൊരു കടക്കാരനായി പോകുന്നതിനെ പടച്ചോനെ എന്നെ കാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണ്ടേ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്ത്, നബി എന്തെങ്കിലും ഈ പ്രാർത്ഥന ഇങ്ങനെ പറയണെന്ന്. അവിടെ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കടം വന്നുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറ, ഇന്ന റജുല ഇദാ ഗരിമ, ഒരാൾക്ക് കടം ഉണ്ടായെന്ന് വിചാരിച്ചോ, ഹദസ ഫകദബ, ഒന്നുണ പറയേണ്ടി വരും. പല ഘട്ടങ്ങളിലും ഒന്നുണങ്ങനെ പറയേണ്ടി വരും. മാത്രല്ല അഖ്ലഫ, അവന് കരാർ വെച്ചിട്ടുണ്ടാവും, ആ കരാർ ലംഘിക്കേണ്ടി വരും. ഇത് 2 ഉണ്ടായാൽ നരകം ഉറപ്പാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പഠിക്കണേ സഹോദരങ്ങളെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം, സദാസമയം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ജീവിതത്തിലെ ദൂർത്ത് എന്ന് പറയുന്ന പിശാചിന്റെ വഴിയാണ്. ഇന്ന് സഹോദരങ്ങളെ, കല്യാണങ്ങളൊക്കെ കണ്ട വല്ലാത്ത സങ്കടം വരും, അല്ലേ? എന്തെല്ലാം ദൂർത്താണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാനി ശൈത്താൻ. ഖുർആനിൽ ആയത്താ, ദൂർത്തടിക്കണം പിശാചിന്റെ കൂട്ടുകാരനാണ്. വേറൊന്നുമില്ല, ഓനാകെ അള്ളയില്ല, ദീനുമില്ല, റസൂലുമില്ല, സ്വർഗ്ഗമില്ല, ഒന്നുമില്ല. ഓൻ ശൈത്താന്റെ കൂടെ ജീവിക്കുന്ന ആളാ. പിന്നെ എന്തിനാണ് ദൂർത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ദീൻ എന്നത് ദൈനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞ മതമാണ്, ദൈൻ എന്ന് പറഞ്ഞ കടമാണ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക വ്യവഹാരങ്ങൾ, ഓരോ വാർത്ത കേട്ട് നമ്മളിങ്ങനെ ചിരിച്ചു തള്ളണ്ട. ഓൻ കുടുങ്ങി, ഓന്റെ കോടി പോയി, 1000 കോടിന്റെ 1200 കോടിന്റെ നല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു തള്ളണ്ട. നമ്മൾ ഒരു ദീനാറിനെ കുറിച്ച് ആലോചിക്കുക. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാണ്ടോ? ഞാൻ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? ചോദിക്കുക. ഒന്ന് മനസ്സിനോട് ചോദിച്ചിട്ട് ആ പുസ്തകത്തിൽ ഒന്ന് എഴുതി വെക്കുക, ഡേറ്റ് വെക്കുക. എന്നിട്ട് മരിക്കുന്നതിന് മുൻപ് കടമില്ലാത്തവനായി, നമ്മുടെ വിശ്വാസം പവിത്രമായതുപോലെ, ഇബാദത്തിൽ ചിട്ടയുള്ളതുപോലെ സാമ്പത്തിക രംഗത്തും വളരെ ശ്രദ്ധയുള്ളവരായി നമ്മൾ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. സാമ്പത്തികമായ അച്ചടക്കം ഇല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വരുന്ന ചില ദുസ്വഭാവങ്ങളാണ്: ഒന്ന് ധൂർത്ത്, മറ്റൊന്ന് പൊങ്ങച്ചം, മറ്റൊന്ന് ദുനിയാവിനോടുള്ള ആർത്തി. ഇത് മൂന്നും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുന്ന സാമ്പത്തിക അച്ചടക്കം ഉണ്ടായില്ലെങ്കിൽ മാത്രല്ല, മരണചിന്തയിൽ നിന്ന് അത് നമ്മെ തടയും. ഇതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന, നമ്മളിൽ ഉണ്ടാകുന്ന ഈ ദുസ്വഭാവം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഈ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത മുസ്ലിം ഉമ്മത്തിലെ ശത്രുക്കൾക്ക് അള്ളാഹു മേൽക്കോയ്മ നൽകും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിധി വരെ നമ്മൾ തന്നെ കാരണക്കാരെന്ന് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അള്ള പറഞ്ഞതാ ശത്രുക്കൾക്ക് മേൽക്കോയ്മ. പള്ളികൾ അങ്ങനെ പൊളിഞ്ഞു പോണു, ലോകത്ത് മുസ്ലിമീങ്ങൾ അങ്ങനെ ചുട്ടരിക്കപ്പെടുന്നു. കുറെയൊക്കെ കാരണം ലഹറുൽ ഫസാദ് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ച് ദുരന്തേ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ ഹദീസ് കേൾക്കൂ നിങ്ങൾ. സമൂഹത്തിലെ ഭക്ഷണപാത്രത്തിലേക്ക് നമ്മുടെ കൈ ഇങ്ങനെ നീളുന്നത് പോലെ ശത്രുക്കൾ നമുക്ക് നേരെ തിരിയുന്ന ഉടനെ സഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തി നഹ്നു യൗമഇദിൻ, അന്ന് മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ടു പോകുന്ന കാലത്ത് നമ്മൾ കുറച്ച് മുസ്ലിങ്ങളെ ഉണ്ടാവുള്ളൂ എന്നാ അള്ളാന്റെ റസൂലിനോട് ചോദിക്കണേ. ഉടനെ റസൂലുള്ള പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീറൂൻ, അന്ന് നിങ്ങൾ ധാരാളമായിരിക്കുന്ന മുസ്ലിങ്ങൾ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. വലാകിന്നഹും ഗുസാഉൻ കഗുസാഇസ് സീൽ, ഈ കുളത്തിലെ ചണ്ടികളെ പോലെ ഇങ്ങനെ പാറി നിൽക്കുന്ന കുറെ ആളുകളായിരിക്കും. അങ്ങോട്ട് നീക്കി അങ്ങോട്ട് നീങ്ങും, ഇങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങും. ഒരു നിലപാടില്ലാത്ത, ദീനില്ലാത്ത കുറെ മുസ്ലിമീങ്ങൾ ഉണ്ടാവുന്ന. എന്നിട്ട് അള്ള പറഞ്ഞു, റസൂലുള്ള പറയാ, അള്ള പറഞ്ഞതായിട്ട്, വലയൻസിഅന്നല്ലാഹു ഫി സുദൂരി അദുവിക്കും അൽ മഹാബത മിൻകും, അള്ള എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളെക്കുറിച്ച് യഥാർത്ഥ മുസ്ലിമിന് ശത്രുക്കളുടെ മനസ്സിൽ പേടിയുണ്ടാവും. ആ പേടിയെ അള്ളാഹു നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയും. അതോടുകൂടി നിങ്ങൾക്ക് നേരെ അധീശത്വം നേടാൻ അവർക്ക് കഴിയും എന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മ എടുത്തു കളഞ്ഞതിന് ശേഷം വഹ്നിനെ നിക്ഷേപിക്കും എന്നാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ വഹൻ, എന്താണ് വഹൻ? ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് നിറക്കും. ശൈത്താന്റെ വിളനിലമായി നിങ്ങളുടെ മനസ്സ് മാറും. അല്ലേ, ദുനിയാവല്ലേ വല്ലാത്ത ഇഷ്ടം. ഞാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ സമൂഹത്തിന്റെ പ്രതിസന്ധിക്കും നമ്മളാണ് കാരണം. നാളെ പരലോകത്തെ വിചാരണ കഠിനമാകാനും നമ്മൾ തന്നെയാണ് കാരണം. അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഉള്ളവരാകാം. ദീനിൽ നിഷ്ഠയുള്ള നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യന്മാരായാൽ സഹോദരങ്ങളെ, സ്വയം രക്ഷപ്പെടും, കുടുംബം രക്ഷപ്പെടും, മക്കൾ രക്ഷപ്പെടും, നാട് രക്ഷപ്പെടും. എന്ത് സുന്ദരമായിരിക്കും ഈ ദുനിയാവ്. അങ്ങനെ നമ്മളെ കൊണ്ട് ഇഹത്തിലും പരത്തിലും ഖൈറുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എല്ലാ വാർത്തകളും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തികമായ ഇടപാടിൽ സൂക്ഷ്മത എന്നുള്ളത് വിശ്വാസത്തിൽ പവിത്രതയുള്ളതുപോലെ, നമസ്കാരത്തിൽ ചിട്ടയുള്ളതുപോലെ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ, ഹജ്ജിന് വേണ്ടി യാത്ര ഇറങ്ങുന്നത് പോലെ ജീവിതത്തിൽ സാമ്പത്തികമായ അച്ചടക്കവും സക്കാത്ത് നൽകലും സ്വതക്ക കൊടുക്കലും ഹറാമിൽ നിന്ന് മുക്തമായത് സമ്പാദിക്കലും മിതമായി ചെലവഴിക്കലും ഹലാലിൽ മാത്രം ജീവിക്കലും നമ്മുടെ സ്വർഗം നിശ്ചയിക്കുന്ന വിഷയമാണെന്ന് നമുക്കറിയാം. ആ തിരിച്ചറിവിനെ മറച്ചുവെക്കുന്ന പിശാചിന്റെ കെണിയിൽ നിന്ന് സുരക്ഷിതമാകാൻ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, കഠിനാധ്വാനം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകലമാന തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. കടക്കാരനാകാതെ മരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളാൽ ആരും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമില്ലാതെ ഈ ദുനിയാവിനോട് വിട പറയാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സകല പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി മലക്കുകളുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടി മരിക്കാൻ, കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം കലിമ ചൊല്ലി മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ മക്കളോട്
മക്കളോടൊപ്പം കുടുംബസമേതം ചേർന്നിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.